സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരായ വഞ്ചനാ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നു. ഷാനിന്റെ സുഹൃത്തുക്കൾ പരാതിക്കാരനെ സമീപിച്ചു. കൊച്ചിയിൽ നടത്തിയ സംഗീത നിശയുടെ സംഘാടനത്തിൽ കരാർ പ്രകാരമുള്ള 38 ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് പരാതി. കൊല്ലം സ്വദേശിയായ ഷോ ഡയറക്ടർ നിജു രാജാണ് പരാതി നൽകിയത്. അരുൺ ശങ്കർ വിവരങ്ങൾ വേണ്ട. അരുൺ, എങ്ങനെയാണ് ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നത്? ഈ പരാതിക്കാരൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന നിലപാടാണോ? എന്തായാലും ഒത്തുതീർപ്പ് ശ്രമം വൈകിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് പരാതിക്കാരനായ നിജു രാജിനെ ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട ഷാൻ റഹ്മാന്റെ സുഹൃത്തുക്കൾ സമീപിച്ചിരിക്കുന്നത്. പ്രശ്നം ഒത്തുതീർപ്പാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഈ പരാതിക്കാരനും സമ്മതമാണ്. കൂടുതൽ നിയമ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പണം നൽകിക്കഴിഞ്ഞാൽ 38 ലക്ഷം രൂപയാണ് ഈ പരാതിക്കാരന് നഷ്ടമായിരിക്കുന്നത്. ജനുവരി 25-ന് നടന്ന ഷോയുടെ ഡയറക്ടറായിരുന്നു ഇയാൾക്ക് കരാർ പ്രകാരം 38 ലക്ഷം രൂപയാണ് നൽകേണ്ടിയിരുന്നത്. ഈ തുക ഓൺലൈൻ ബുക്കിംഗിൽ ലഭിക്കുന്ന ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തുക കിട്ടുമ്പോൾ തരാമെന്നായിരുന്നു ഷാൻ അറിയിച്ചിരുന്നത്. പക്ഷേ അത് കിട്ടിയിട്ടും ഷാൻ അത് നൽകാൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ പോലീസ് പറയുന്നത് ബുക്ക് മൈ ഷോ ബുക്കിങ്ങിലൂടെ ഈ നിജു രാജിന് കൊടുക്കാനുള്ള 38 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ പണം ഷാന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 17-ാം തീയതി കേസിൽ ഷാന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യത്തിലെ വ്യവസ്ഥയെന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി സ്റ്റേഷൻ ജാമ്യം നേടണം എന്നുള്ളതാണ്. 14 ദിവസമാണ് ഇതിൻ്റെ കാലാവധി. ഇനി ആ കാലാവധി അവസാനിക്കാൻ 4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഷാനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് നിയമ നടപടിയായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത് ഇനിയും ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ ഷാൻ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം സമാന്തരമായി തന്നെ നടക്കുന്നത്. അതും ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത് നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി.